സഹോദരീ സഹോദരന്മാർ, ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഇവിടെ പ്രസ്താവിച്ചതുപോലെ പരിസ്ഥിതി മിത്രം അവാർഡുകളുടെ വിതരണവും പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിൻ്റെ പ്രഖ്യാപനവും ഇവിടെ നടക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയുടെ ഭാഗമായി പുരസ്കാരം ലഭിച്ച പുരസ്കാര ജേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, ഇതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ ലക്ഷ്യവാക്യം. 2021 മുതൽ ഒരു ദശാബ്ദക്കാലം പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൻ്റെ പതിറ്റാണ്ടായി UNEP പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകം ഈ വിഷയങ്ങളിലേക്ക് വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. വർത്തമാനകാല ലോക സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഈ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന വാക്യം. നമ്മുടെ ലോകത്താകെ ഒരു വർഷം സൃഷ്ടിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യം 400 മില്യൺ ടണ്ണാണ്. അതിൻ്റെ 10% മാത്രമാണ് പുനരുപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ 10 കഴിഞ്ഞിട്ടുള്ള 90% മാലിന്യമായി മാറ്റപ്പെടുകയാണ്. അതിൽ 11 മില്യൺ ടണ്ണോളം എത്തിച്ചേരുന്നത് നമ്മുടെ ജലാശയങ്ങളിലേക്കാണ്. 800-ലധികം ജലജീവി വർഗങ്ങൾ ഇത് കാരണം നാശത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് വലിയ ആഘാതം ലോകത്ത് സൃഷ്ടിക്കുന്നതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്ലാസ്റ്റിക് മലിനീകരണം തടയാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ നാം നടപടികൾ സ്വീകരിക്കുന്നത്. അതിനുതകും വിധത്തിലാണ് പ്ലാസ്റ്റിക് ലഘൂകൃത ജീവിതശൈലി ക്യാമ്പയിന് രൂപം നൽകിയിട്ടുള്ളത്. ഈ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് 1973 മുതൽക്കാണ്. അന്ന് മുതൽക്ക് ഇങ്ങോട്ട് പരിസ്ഥിതി ദിനങ്ങളിലെല്ലാം തന്നെ പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ലോകത്താകമാനം ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. പക്ഷേ അവയ്ക്കെല്ലാം തുടർച്ചയുണ്ടാകാതെ പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിന് ഉത്തരവാദപ്പെട്ട പലരും ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ വേണ്ടത്ര ഗൗരവത്തോടെ പരിസ്ഥിതി സംരക്ഷണത്തെ കാണുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വരുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. വികസന നേട്ടങ്ങൾ
കയ്യെത്തി പിടിക്കുമ്പോൾ തന്നെ അവ സുസ്ഥിരവും പാരിസ്ഥിതിക സൗഹൃദവുമായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. പുനരുപയോഗ സാധ്യതയുള്ള ഊർജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തുക, ഇലക്ട്രിക് വാഹന നയം രൂപീകരിക്കുക, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ 2050 നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് നമ്മുടെ സംസ്ഥാനം ശ്രമിക്കുന്നത്. അതിനുതകും വിധമുള്ള നടപടികൾ നാം സ്വീകരിക്കുന്നുമുണ്ട്. 2016 ഹരിത കേരള മിഷന് നാം രൂപം നൽകി. ഇത് പാരിസ്ഥിതിക രംഗത്തെ സുസ്ഥിരമായ ഇടപെടൽ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചില നദികൾ, നീർച്ചാലുകൾ ഇവയെല്ലാം വീണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. മാത്രമല്ല, ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ജനകീയ ക്യാമ്പയിൻ പ്രകടമായ ഗുണഫലങ്ങൾ സൃഷ്ടിക്കാനായിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി ആവർത്തിച്ച് വൃത്തിയാക്കിയ ഇടങ്ങളുൾപ്പെടെ സംസ്ഥാനത്ത് നീർച്ചാലുകൾ ശുചീകരിച്ചത് അതിൻ്റെ ദൈർഘ്യം 92,429 കിലോമീറ്ററാണ്. അത്രയും നീർച്ചാലുകൾ ശുചീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നീർച്ചാലുകളുടെ ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നു. അവിടെ സുഗമമായ ഒഴുക്ക് ഉണ്ടായി എന്നതാണ് ഇതിന് ശേഷമുള്ള അവസ്ഥ. അതേപോലെ തന്നെ നമ്മുടെ നദികൾ, വീണ്ടെടുത്ത നദികളുണ്ട്, ശുചീകരിച്ച നദികളുണ്ട്. അങ്ങനെ നോക്കിയാൽ 412 കിലോമീറ്റർ നീളത്തിൽ നദികൾ ശുചീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ പ്രദേശങ്ങളിലും കുളങ്ങളുള്ളതാണ്. പക്ഷേ ആ കുളങ്ങൾ പലതും നശിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയിരുന്നു. അപ്പം പുനർജീവിപ്പിച്ചതും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അങ്ങനെ 29,254 കുളങ്ങൾ പുനർജീവിപ്പിച്ചു. മാത്രമല്ല, പുതിയ കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അത് 24,645 പുതിയ കുളങ്ങൾ, 25,000-ഓളം പുതിയ കുളങ്ങൾ സൃഷ്ടിക്കാൻ, നിർമ്മിക്കാൻ കേരളത്തിൽ നമുക്കായി. ഹരിത കേരള മിഷൻ്റെ ഭാഗമായുള്ള പ്രവർത്തനത്തിലൂടെ വലിയ പാരിസ്ഥിതിക സൗഹൃദ നിരയാണ് കേരളത്തിൽ സൃഷ്ടിക്കാനായത്. 737 സ്ഥിരം തടയണകൾ, 76,123 താൽക്കാലിക തടയണകൾ ഈ ഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ ഇതെല്ലാം ലഘൂകരിക്കുന്നതിനായി പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ നീർച്ചാൽ മാപ്പിങ്ങും നടത്താൻ കഴിഞ്ഞു. നീരൊഴുക്ക് വീണ്ടെടുക്കുന്ന സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം
എന്ന പേരിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി പരാമർശമർഹിക്കുന്നതാണ്. ആഗോള താപനത്തെ ചെറുക്കുന്നതിനുള്ള മറ്റൊരു പ്രായോഗികമായ ഇടപെടൽ പച്ചത്തുരുത്ത്. ആ പച്ചത്തുരുത്ത് കഴിഞ്ഞ 6 വർഷക്കാലയളവിലായി 1173 ഏക്കർ വിസ്തൃതിയിൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുക്കിയ പച്ചത്തുരുത്തുകൾ 3657 എണ്ണമാണ്. ഇതൊക്കെ നല്ല നിലയിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ തരിശ് സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും നട്ടുവളർത്തി സ്വാഭാവിക ജൈവവൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ഒറ്റത്തവണ ഉപഭോഗമുള്ള പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപഭോഗം കേരളത്തിൽ നിരോധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്തും ശ്രദ്ധേയമായ ഇടപെടലുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതി. ആ ക്യാമ്പയിൻ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തെ കണക്കെടുത്താൽ ഒരു വർഷത്തിനിടെ 61,664 ടൺ മാലിന്യമാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിച്ചത്. ഇതിനായി 1.25 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ശേഖരണ സംവിധാനങ്ങൾ ഒരുക്കി. മാലിന്യ സംസ്കരണത്തിനായി 1019 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. 52,000-ഓളം എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകൾ നടന്നു. ഇതിലൂടെ 6 കോടിയോളം രൂപ പിഴ ചുമത്തുകയുണ്ടായി. 284 സ്വകാര്യ ഏജൻസികളെ മാലിന്യ സംസ്കരണത്തിനായി എംപാനൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ 89 ലക്ഷം വീടുകൾ വഴിയുള്ള മാലിന്യ നീക്കം ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഇനിയും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. പ്രകൃതിക്കും സഹജീവികൾക്കും അനുഗുണമാകും വിധം ഒരു തൈ നടാം എന്ന പേരിൽ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ഇന്ന് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത്. ജൂൺ 5-ന് ആരംഭിച്ച് സെപ്റ്റംബർ 30-ന് സമാപിക്കും വിധമാണ് ഈ ക്യാമ്പയിൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. സമൂഹത്തിലെ എല്ലാ മേഖലയും എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കും വിധമാണ് ഈ ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന, സർക്കാർ ജീവനക്കാർ, റെസിഡൻസ് അസോസിയേഷനുകൾ, ആരാധനാലയങ്ങൾ, വായനശാലകൾ, ഗ്രന്ഥാലയങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകൾ, പൊതുജനങ്ങൾ, ഇങ്ങനെ സമസ്ത ജനവിഭാഗങ്ങളെയും അണിനിരത്തി നിശ്ചിത സമയത്ത് ലക്ഷ്യം നേടാനാകും വിധമാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഓരോ പരിസ്ഥിതി ദിനാചരണവും ഓരോരോ ഓർമ്മപ്പെടുത്തലുകളാണ്. വരും വർഷങ്ങളിൽ
സുസ്ഥിര വികസനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന ഉറച്ച തീരുമാനത്തോടെ നമുക്ക് മുന്നേറാം. പുരസ്കാര ജേതാക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.